നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃഷ്ണ ജയന്തിയല്ലേ, അപ്പോൾ എല്ലാം വെജാണ് കേട്ടോ, നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള കുറച്ച് കറികളാണ് കേട്ടോ കാണിക്കുന്നത്. കരിഞ്ചേമ്പിൻ്റെ താള് തീയലുണ്ട്, ബീൻസ് തോരനുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതേ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. ചോറ് തിളച്ചപ്പോഴത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചട്ടിയുടെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേമ്പും താള് തീയൽ വെക്കുന്നതും തോരൻ വെക്കുന്നതും ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചെറിയ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ കറികൾ കാണിക്കുന്നതിൻ്റെ കൂടെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു, ഒന്നിളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ പട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്, അതങ്ങ് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തു. ഇത് ചേമ്പിൻ്റെ താള് ഞാൻ പറഞ്ഞില്ലേ, അത് അരിഞ്ഞ് കഴുകി എടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു കൈ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇതിന് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്താലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത കേട്ടോ. അപ്പോൾ ഒട്ടും ചൊറിച്ചിലൊന്നും ഇല്ലായിരുന്നു പിന്നെ. അപ്പോൾ അതെ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് വാടി വന്ന് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർക്കണം. വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് തീയൽ. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റ് എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തീയലിനുള്ള തേങ്ങ കൂട്ട് അരപ്പിനുള്ള കൂട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള കൂട്ടിൽ നിന്ന് തേങ്ങ, ഉലുവ, കറിവേപ്പില ഇത്രയാണ് കേട്ടോ ഞാൻ അതിനകത്ത് വറുത്ത് വെക്കാറുള്ളത്. അപ്പം അത് നമ്മുടെ ആവശ്യത്തിനെടുത്ത് അരച്ച് അതങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഞാനിത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം, ഒരുപാട് അങ്ങ് കട്ടിക്കിരിക്കുന്നത്ര ഇഷ്ടമല്ല. അപ്പം കുറച്ചൊരു ഗ്രേവി ആയിട്ടാട്ടോ ഞാൻ തീയൽ വെക്കുന്നത് സാധാരണ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുകയാണ്. കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളായിരുന്നു, ഇനി ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിയുടെയും കുറവുണ്ട്, കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉലുവ ചേർത്താണ് ഞാൻ തേങ്ങ വറുത്ത് വെച്ചെങ്കിൽ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. തീയൊക്കെ നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവുമാണ് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴേ. അപ്പം അതെ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ എല്ലാം ഒന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ചേമ്പിൻ്റെ താള് തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇറക്കി വെച്ചു. ഇനി നമുക്ക് അടുത്തത് ബീൻസ് തോരനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊന്ന് കടുക് ഉറക്കണം നമ്മുടെ തീയലിന്. എന്നിട്ട് ആ ഒരു ചീനച്ചട്ടിയിലോട്ട് തന്നെയാണ് ഞാൻ തോരൻ വെക്കാൻ പോകുന്നത്. അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, അല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട്, രണ്ടിനും വേണമല്ലോ. ചേർത്ത് കൊടുത്തിട്ട് കടുക് ചേർത്ത് കൊടുത്തു, ചെറിയ ഉള്ളി അരിഞ്ഞ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തീയലിലേക്ക് കുറച്ച് ചേർക്കണം. ബാക്കി
കടുക് വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബീൻസിനകത്ത് ഞാൻ ഒരു ചെറിയ സവോളയും പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയോട് അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നടച്ചു വയ്ക്കും. ഒന്നങ്ങ് ഇളക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നടച്ചു വെച്ച് കൊടുക്കണം. നല്ല ചൂടാണ് കേട്ടോ, അടുപ്പ് ഇത് കത്തിച്ച് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീൻസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിന് വേണ്ടി സാധാരണ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അങ്ങനെ അരയ്ക്കാറില്ല കേട്ടോ ഒരുപാട്, എല്ലാ തോരൻ ഞാൻ അരയ്ക്കാറില്ല. അപ്പോൾ ഇത്രയും അരച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കും. നമുക്ക് തുറന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ തോരൻ ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കണം. ഇനി അതേ പാൻ തന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇത് അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്ക, ഒരു ചെറിയ സവോള, ഒരു 3-4 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഒരല്പം നാരങ്ങ നീര്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകത്തില്ല. പിന്നെ ചെറിയൊരു പുളിരസമുണ്ട്, ചെറുതായിട്ട് കാണത്തുള്ളൂ. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷേ അത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുത്തു. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സമയം അടച്ചു വെച്ച് ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ ഈ കനലിൽ കിടന്ന് ഇതങ്ങ് നന്നായിട്ട് അങ്ങ് വാടി വഴന്ന് വന്നോളൂ കേട്ടോ. ഇങ്ങനെ അടുപ്പിലൊക്കെ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുപ്പിൽ ഇതുപോലെ ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ ചട്ടിയിൽ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കഴിവതും ഞാൻ ഇതുപോലെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയും ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതേ നമ്മുടെ കറികളൊക്കെ ഇവിടെ തയ്യാറായി കേട്ടോ. അപ്പോൾ വിഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു. താങ്ക് യു.